അനുസരണവും അച്ചടക്കവും സഭാജീവിതത്തിന് അത്യാവശ്യമാണെന്ന് തുറന്നടിച്ച് ഫാദർ നോബിൾ തോമസ് പാറയ്ക്കൽ. സഭയിൽ അച്ചടക്കമില്ലാതാകുമ്പോൾ അവിടെ നിന്ന് ക്രിസ്തുവും പടിയിറങ്ങുന്നു. തിരുസഭാ ജീവിതത്തിന് അച്ചടക്കം അനിവാര്യമാകുന്നത് എങ്ങനെ? ഈശോയുടെ പ്രബോധനത്തിലൂടെ അച്ഛൻ ചില കാര്യങ്ങൾ ഇവിടെ പങ്കുവെക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങളിൽ സഹോദരന്റെ തെറ്റ് അവന് മനസ്സിലാക്കി കൊടുക്കണമെന്ന് ഈശോ ആവശ്യപ്പെടുന്നു. ധാർമ്മികമായ ഭീഷണികളുള്ള ഒരു സമൂഹത്തിൽ തെറ്റ് സംഭവിക്കുന്നവരെ തിരുത്തുവാനും സംവിധാനം ഉണ്ടാകേണ്ടത് അനിവാര്യമാണല്ലോ. തിരുത്തൽ സ്വീകരിക്കാത്തവനെ 2-3 പേരോടുകൂടി വീണ്ടും സമീപിക്കുവാനും അവരെയും അനുസരിക്കാത്ത പക്ഷം സഭയോട് പറയുവാനും സഭയെപ്പോലും അനുസരിക്കാത്തവരെ വിജാതീയരെ പോലെ പരിഗണിക്കാനുമാണ് ഈശോ ആവശ്യപ്പെടുക. വിജാതീയൻ എന്നാൽ ഉപേക്ഷിക്കപ്പെട്ടവനെന്ന അർത്ഥം ഇവിടെയില്ല. അവന് കൂട്ടായ്മയിലേക്ക് മടങ്ങിയെത്താനുള്ള മാർഗങ്ങൾ അവലംബിക്കുകയും വഴികൾ തേടുകയും ചെയ്യണം. 1 കൊറിന്തോസ് 5:4 വിശുദ്ധ പൗലോസ് അപ്പസ്തോലന് ഈശോയുടെ ആ നിർദ്ദേശത്തെ ഗൗരവമായി പരിഗണിക്കുവാൻ കൊറിന്തോസിലെ സഭയോട് ആവശ്യപ്പെടുന്നുണ്ട്. അച്ചടക്കം വിവിധ നാമങ്ങളിൽ തിരുസഭയിൽ അച്ചടക്കത്തെക്കുറിച്ചുള്ള ചിന്ത പ്രബോധനത്തിന്റെ തലത്തിലും പ്രയോഗത്തിലും തിരുത്തലുകളിലും പ്രകടമാകാറുണ്ട്. സഭാംഗങ്ങൾക്ക് സഭാധികാരികൾ നൽകുന്ന മുന്നറിയിപ്പുകൾ മുതൽ സ്ഥാനമാറ്റം വരെ പ്രായോഗികമായ അച്ചടക്കത്തിന്റെ ഭാഗമായി സഭയിൽ പ്രകടമാണ്. വിവിധ രീതികളിലാണ് അച്ചടക്കത്തെക്കുറിച്ചുള്ള ചിന്തയും വ്യാഖ്യാനവുമെങ്കിലും അതില്ലാത്ത സഭാ സമൂഹ ജീവിതം തികച്ചും പരാജയമായിരിക്കുമെന്ന് തീർച്ചയാണ്. എല്ലാ സംവിധാനങ്ങളും സ്ഥാപനങ്ങളും നിർബന്ധ ബുദ്ധി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് അച്ചടക്കം. അപ്രകാരമല്ലാതെ ചിട്ടയിലും ക്രമത്തിലും പ്രവർത്തിക്കുവാനോ ഭൗതികമായ പുരോഗതി പ്രാപിക്കുവാനോ സാധ്യമേ അല്ല. തിരുസഭയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തീയമായ സ്നേഹത്തിന്റെ വെളിച്ചത്തിലാണ് അച്ചടക്കം പരിശീലിക്കപ്പെടുന്നത്. ശിക്ഷണത്തിന്റെ യഥാർത്ഥ കാരണം സ്നേഹവുമാണ്. വ്യക്തി അനുതാപത്തിലേക്ക് നയിക്കാൻ ഉതകും വിധമായിരിക്കണം തിരുസഭ അച്ചടക്കം പരിശീലിപ്പിക്കേണ്ടത് എന്ന് വിശുദ്ധ ഗ്രന്ഥ അധിഷ്ഠിതമായ കാഴ്ചപ്പാടാണ്. 20-ാം നൂറ്റാണ്ട് വരെ അച്ചടക്കം തിരുസഭയിൽ പ്രഥമ പരിഗണനയുള്ള വിഷയങ്ങളിൽ ഒന്ന് തന്നെ. സ്വയം നവീകരിക്കുന്നതിനേക്കാൾ സമൂഹത്തെ നവീകരിക്കുന്നതിൽ യഥാർത്ഥത്തിൽ ശ്രദ്ധ ചെലുത്താൻ ആരംഭിച്ചതോടെ അകത്തളങ്ങളിലെ അച്ചടക്ക ചിന്തകൾ തിരുസഭയ്ക്ക് സാവധാനം കൈമോശം വരാൻ തുടങ്ങി. തിരുസഭയിൽ അച്ചടക്കം ശീലിക്കുവാൻ പരാജയപ്പെടുമ്പോൾ സുവിശേഷ പ്രഘോഷണം, സുവിശേഷ അവതരണം, സഭാരൂപീകരണം എന്നിവയും സാവധാനം വെല്ലുവിളിക്കപ്പെടുന്നുണ്ട്. ചെയ്യരുതാത്തത് ചെയ്യുന്നവരെ തിരുത്തുവാനും തിരുത്തലിലൂടെ തിരിച്ചു കൊണ്ടുവരുവാനും തിരുസഭ മടി കാണിച്ചു തുടങ്ങിയത് 20-ാം നൂറ്റാണ്ടിലെ സ്വതന്ത്ര ചിന്തകളുടെ ആവിർഭാവത്തോടെയും വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള നിരവധിയായ അബദ്ധ സിദ്ധാന്തങ്ങൾ പ്രചാരത്തിലായതോടെയുമാണ്. അച്ചടക്ക നടപടികളുടെ എക്കാലത്തെ ഉദ്ദേശം തിരിച്ചു കൊണ്ടുവരലും പുനഃസ്ഥാപനവുമാണ്. തിരുസഭയുടെ നിലവിലുള്ള സംവിധാനങ്ങൾ അന്യൂനം പരിപാലിക്കപ്പെടുന്നതിന് ഇത്തരം നടപടികൾ അനിവാര്യവുമാണ് താനും. അച്ചടക്കത്തിന്റെയും തിരുസഭയുടെ നന്മകളുടെയും ദുരുപയോഗം തിരുസഭ ഗൗരവത്തിലെടുക്കുകയും അത്തരം ദുഷ്പ്രവണതകളെ പ്രതിരോധിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ അത് തിരുസഭയിൽ ശേഷിക്കുന്നവൻ സഭയുടെ സംവിധാന മികവിലുള്ള വിശ്വാസം നഷ്ടപ്പെടുവാനും അവരുൾപ്പെടുന്ന സമാന സാഹചര്യങ്ങളിൽ എതിർ മനോഭാവങ്ങൾ രൂപപ്പെടുവാനും കാരണമാകും എന്ന കാര്യത്തിൽ സംശയവുമില്ല. തിരുസഭയിൽ അച്ചടക്കത്തെയും അച്ചടക്ക നടപടികളെയും കുറിച്ച് സൂചിപ്പിക്കുകയായിരുന്നു. കെട്ടുറപ്പുള്ള സമൂഹത്തിന് അച്ചടക്കം അനിവാര്യതയാണ്. തങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് സ്വയം വിശ്വസിക്കുകയും അത് കുറച്ചധികം ആളുകളെ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ നിലവിലിരിക്കുന്ന സംവിധാനങ്ങളെ അട്ടിമറിക്കുവാൻ ശ്രമിക്കുന്നവർ യഥാർത്ഥത്തിൽ അക്രമമാണ് പ്രവർത്തിക്കുന്നത്. അത്തരം നടപടികൾ നേരിടുന്നവർ മറ്റൊരാൾ ഇതിനു മുമ്പ് അതേ തെറ്റ് അതിലും ഗൗരവമായതോ ചെയ്തെന്ന് വാദിക്കുന്നതിലും കഴമ്പില്ല. യഥാർത്ഥത്തിൽ അധികാരത്തെയും അധികാരികളുടെ ഇടപെടലുകളെയും ദൈവികമായും നന്മയായും സ്വീകരിക്കുവാൻ സാധിക്കാത്തവർ സഭയുടെ കൂട്ടായ്മ ചിന്തയിൽ വ്യാപരിക്കുന്നവരല്ലേ എന്ന് വ്യക്തമാണ്. യഥാർത്ഥത്തിൽ അധികാരത്തെയും അധികാരികളുടെ ഇടപെടലുകളെയും ദൈവികമായി നന്മയെ സ്വീകരിക്കുവാൻ സാധിക്കാത്തവർ സഭയുടെ കൂട്ടായ്മ ചിന്തയിൽ വ്യാപരിക്കുന്നവരല്ലെന്ന് വ്യക്തമാണ്. അത്തരക്കാർ നിരന്തരമായി സഭാപരമായ ഇടപെടലുകളെ വിമർശിക്കുകയും എഴുതുകയും പറയുകയും ചെയ്തുകൊണ്ടേയിരിക്കും. അയഞ്ഞ സംസാരങ്ങളുടെയും ആഴമില്ലാത്ത സംവാദങ്ങളുടെയും കാലത്ത് ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടതെന്ന് ചോദിക്കുന്നവരോട് മറുപടി ഒന്നു മാത്രമേ ഉള്ളൂ: തിരുസഭയുടെ ഔദ്യോഗിക വിശദീകരണങ്ങളെ മാത്രം വിശ്വസിക്കുക. അതിനെതിർക്കുകയും വെല്ലുവിളിക്കുകയും വളച്ചൊടിച്ച് അവതരിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തിരുസഭയുടെ അച്ചടക്ക നടപടികളെ അതിൻ്റെതായ ചൈതന്യത്തിൽ സ്വീകരിക്കുവാനും അതിൻ്റെ നന്മകളെ അംഗീകരിക്കുവാനും സാധിക്കുന്നില്ല എങ്കിൽ തിരുസഭാ മക്കൾ എന്ന നിലയിൽ നാം പരാജിതരും ക്രൈസ്തവ ചൈതന്യത്തിൽ നഷ്ടം സംഭവിച്ചവരുമായിരിക്കുമെന്ന് വളരെ അർത്ഥം.